ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 698 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സക്കറിയായോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. പരിശുദ്ധ സഭയുടെ ശുദ്ധീകരണത്തിനും സഭയുടെ പുനഃപ്രതിഷ്ഠയ്ക്കും ശേഷം നമ്മുടെ കർത്താവ് യേശു തമ്പുരാന്റെ ജനനത്തിൻ്റെ ഓർമ്മയ്ക്കായി സഭ ഒരുങ്ങുകയാണ്. യേശുക്രിസ്തുവിന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സഖറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ചയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു. അഹരോന്റെ വംശത്തിൽപ്പെട്ട സഖറിയായും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സർവകൽപ്പനകളിലും കുറ്റമില്ലാത്തവരും ആയിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തത് ദൈവശിക്ഷയായി അന്ന് കരുതിയിരുന്നു. മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന നിന്ന എന്നാണ് ആ ഭാഗത്ത് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സഖറിയ പുരോഹിതന് ദൈവസന്നിധിയിൽ ധൂപം കാട്ടുവാനുള്ള അവസരം ലഭിക്കുന്നത്. അഹരോന്റെ പിന്തുടർച്ചക്കാരെ 24 വിഭാഗങ്ങളായി അല്ലെങ്കിൽ കൂറുകളായി തിരിച്ചിരുന്നു. സഖറിയ പുരോഹിതൻ അബിയാക്കൂറിൽപ്പെട്ടയാളാണ്. അബിയാക്കൂർ 8ാമത്തെ ഗണമാണ്. അബിയാക്കൂറിൽ സഖറിയ പുരോഹിതന് നറുക്കു വീണു. സഖറിയ പുരോഹിതൻ ബലിപീഠത്തിൽ ധൂപമർപ്പിക്കുമ്പോൾ ബലിപീഠത്തിന്റെ വലത്തുഭാഗത്ത് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. സഖറിയ പേടിച്ച് വിറച്ചു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. എന്നാൽ ദൂതന്റെ വാക്കിന് വിശ്വസിക്കുവാൻ സഖറിയ പുരോഹിതന് സാധിച്ചില്ല. ദൂതന്റെ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് ഇത് സംഭവിക്കുന്നതുവരെയും സംസാരിക്കുവാനുള്ളതായ കഴിവ് നഷ്ടപ്പെട്ട് നീ മൗനിയായിരിക്കുമെന്നുള്ള ഒരു ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ജനമെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനത്തിനു വേണ്ടി ധൂപം അർപ്പിക്കുന്ന പുരോഹിതന് ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിക്കുവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. ഒരു പുരോഹിതനായിരുന്നിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുവാൻ സാധിക്കാതെ സംശയിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ സഖറിയാവിന് കൊടുക്കേണ്ടി വന്നത്. മാത്രവുമല്ല, അധികം ഭരമേൽപ്പിച്ചവനോട് അധികം ആവശ്യപ്പെടുമെന്നുള്ളതായ തിരുവചനവും ഇവിടെ ശ്രദ്ധേയമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഉത്തരം നൽകും എന്നും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുകയും വേണം. ദൈവം നൽകിയ വാഗ്ദത്തം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം സഖറിയ പുരോഹിതന്റെ ജീവിതവും ഇന്നത്തെ തിരുവചന ഭാഗവും നമുക്ക് നൽകുന്നുണ്ട്. നമുക്കതിനെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.